നമസ്കാരം. കളി പഠിപ്പിക്കണമെന്ന് നിസാർ പൂന്തുറയുടെ ശബ്ദ സന്ദേശം. നമ്മൾ നിർത്തി നമ്മളെ പിന്തുണച്ച സ്വതന്ത്രന്മാരാണ് ഇവിടെ ജയിച്ചത്. CPM-ന്റെ ഈറ്റില്ല. അവിടെ ഹിന്ദുക്കളും ഒന്നുമില്ല, മൊത്തം മുസ്ലിം. 10-20 ഹിന്ദു വോട്ടേ ഉള്ളൂ, 20 വോട്ട്. അവിടാണ് 3 വാർഡ് നമ്മൾ തോപ്പിച്ച്. കഴിഞ്ഞ തവണ ഒരു 18 സീറ്റും ബാക്കി സ്വതന്ത്രന്മാരെയും വെച്ച് മത്സരിപ്പിച്ച് നമുക്ക് ഏതാണ്ട് ഒരു 6 സീറ്റോളം അവരെ തോപ്പിക്കാനും പറ്റി, 2 സ്വതന്ത്രന്മാരെ ജയിപ്പിക്കാനും പറ്റി. അപ്പൊ നമ്മളൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കളിച്ചാൽ കളി പഠിപ്പിച്ചു കൊടുക്കണം അവന്മാരെ. ഞാൻ എപ്പോഴും പറയുന്നതല്ലേ, പണിയണം, അതവര് മനസ്സിലാക്കിയല്ലോ. തിരുവനന്തപുരത്തെ പൂന്തുറയിലെ INL നേതാവായ നിസാർ പൂന്തുറ അഥവാ നിസാർ മൗലവിയുടെ ശബ്ദ സന്ദേശമാണ് നിങ്ങൾ ഈ കേട്ടത്. ഈ INL എന്ന് പറഞ്ഞ പാർട്ടി നിലവിൽ ഏത് മുന്നണിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടതു മുന്നണിയിലാണ്. അവിടെ അഹമ്മദ് തേവർകോവിൽ എന്ന് പറഞ്ഞ ഒരാൾ ഇടതുപക്ഷത്തെ പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായിട്ടിരുന്നിട്ടുള്ള വ്യക്തിയാണ് എന്ന് ഓർക്കുക. അപ്പോൾ LDF-ലെ ഒരു സഖ്യകക്ഷിയാണ് ഈ INL എന്ന പാർട്ടി. പക്ഷേ അവരുടെ തന്നെ സ്ഥാനാർത്ഥികളെ വേറെ സ്വതന്ത്രരെ വെച്ച് തോൽപ്പിച്ച കാര്യമാണ് വീരവാദം പോലെ ഇയാൾ പറയുന്നത്. അയാളുടെ സംസാരത്തിൻ്റെ ടോണാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഹിന്ദുക്കളും ഒന്നും ഇല്ല, ആകെ 10-20 പേരേ ഉള്ളൂ. ഇടതുപക്ഷത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റിൻ്റെ, CPM-ന്റെ ഈറ്റില്ലമായിരുന്നു. പക്ഷേ നമ്മൾ മതം നോക്കി അല്ലെങ്കിൽ ഒരാളെ ജയിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ അത് നടക്കും, അവരോട് കളിയൊന്നും ഇറക്കണ്ട എന്ന തരത്തിൽ പറഞ്ഞു വെക്കുകയാണ് ഈ നിസാർ പൂന്തുറ അഥവാ നിസാർ മൗലവി എന്ന് പറഞ്ഞ ഈ INL നേതാവ്. ഇതിപ്പോൾ എത്തേണ്ടിടത്തൊക്കെ എത്തിയിട്ടുണ്ട്. AK സെൻറ്ററിൽ ഇതിനകം തന്നെ ഇതൊക്കെ ചർച്ചയായി. അവരുടെ കൂടി വോട്ട് കൂടിയാണ് നേടി ഈ അഹമ്മദ് ദേവർകോവിൽ എന്ന ആൾ ജയിക്കുകയും 2.5 വർഷത്തോളം മന്ത്രിയൊക്കെ ആയിട്ടിരുന്നത്. എന്നിട്ടാണ് കൂട്ടത്തിൽ നിന്നിട്ട് കുതികാൽ വെട്ടുന്ന ഒരു കാര്യം ഇവിടെ ഇപ്പോൾ സംഭവിച്ചത്. അത് വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റും പങ്കുവെച്ചത് മാധ്യമങ്ങൾക്ക് കിട്ടിയതാണ് നമ്മളിപ്പോൾ കേട്ടത്. പക്ഷേ ഇവരിത് വാങ്ങിക്കൂട്ടേണ്ടത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയപരമായിട്ട് നഷ്ടം സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ അത് ഇടതുപക്ഷത്തിനായിരിക്കും, CPM-നായിരിക്കും. ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടി UDF-ൻ്റെ കൂടെ നിൽക്കുന്ന കാലത്തോളം UDF-ന് ഇവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ അംഗബലം കുറയായിരിക്കും. പക്ഷേ മറുസൈഡിൽ ഈ മുസ്ലിം ലീഗിന് ഓരോ പ്രാവശ്യവും അവരുടെ അംഗങ്ങളും അവർക്കുള്ള MLA-മാരും MP-മാരും ഒക്കെ എണ്ണം കൂടി വരും. അതിനാൽ ആ ഒരു സംവിധാനം കുറേ കാലം കൂടെ ഇവിടെ നിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ തട്ടുകേട് പറ്റാൻ പോകുന്നത് LDF-നാണ്, CPM-നാണ്. അതിൻ്റെ ഓരോ ലക്ഷണങ്ങളാണ് ഇവിടെ കാണുന്നത്. അവർ ഓരോ സമയത്തും കാലാകാലങ്ങളിൽ ഇവരുടെ കൂടെ നിന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിയെടുക്കുകയും എന്നാൽ കൃത്യമായി തന്നെ പണി കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടത്. ഇനി ഇതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു കാര്യം ഞാൻ പറയാം. അതായത് ഈ നിസാർ പൂന്തുറ എന്ന് പറഞ്ഞ വ്യക്തി ആ സംഭാഷണത്തിൽ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. പൂന്തുറ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് വെറും 10-20 ഹിന്ദുക്കളേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അറിയാവുന്നൊരു സ്ഥലമാണ്. എൻ്റെ അറിവിൽ ഏതാണ്ട് 4-5 വീടുകൾ മാത്രമാണുള്ളത്. ഈ വീട്ടിലെ അംഗങ്ങളാണ് ഈ പറയുന്ന 10-20 പേർ. അതിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രം അവിടെയുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വൈകുന്നേരം വിളക്ക് കത്തിക്കും, പൂജയും കാര്യങ്ങൾ. ഈ 5 വീടുകളാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. അതിന് കുറച്ചിങ്ങോട്ട് മാറി എന്നാൽ ഈ കേരളത്തിലെ ഒട്ടുമിക്ക ഹിന്ദുക്കളും വരികയും പോവുകയും ചെയ്യുന്ന പരശുരാമ ക്ഷേത്രമുണ്ട്. കേരളത്തിൽ തന്നെ ഒരൊറ്റ ക്ഷേത്രമേ ഉള്ളൂ. എല്ലാ വർഷവും കർക്കിടകവാവ് ബലിയിടാൻ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് കുറച്ച് മാറിയാണ് ഈ സ്ഥലം. അപ്പോൾ അവർ ഈ വൈകുന്നേരങ്ങളിൽ നിലവിളക്ക് എത്തിക്കുകയും പ്രാർത്ഥനയും മറ്റുമൊക്കെയുണ്ട്. കേവലം 4-5 കുടുംബമുള്ള അവിടെ. പക്ഷേ അവിടെ ഒരു പ്രത്യേക കൂട്ടർ, നിങ്ങളാരും വിചാരിക്കുന്ന പോലെ മുസ്ലിങ്ങളല്ല, വേറൊരു കൂട്ടരുണ്ട്. അവിടെ കുമ്പാരികൾ എന്നൊക്കെയാണ് അവരെ വിളിക്കുന്നത്. അതായത് ക്രിസ്ത്യാനികളെ തന്നെ ലത്തീൻ കത്തലിക്കരായിട്ടുള്ള കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ. പക്ഷേ അവർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഈ മുസ്ലിങ്ങൾ എങ്ങനെയാണോ അവർക്ക് ഈ സംഘബലത്തോടെ നിൽക്കുന്നത്, 10 പേര് കൂടിയാൽ അവരെന്താണോ കാണിക്കുന്നത്, അതിൻ്റെ അപ്പുറത്തെ പരിപാടിയാണ് ഇവർക്കുള്ളത്. അത് പൂന്തറയിൽ മാത്രമല്ല, വിഴിഞ്ഞം പോലുള്ള സ്ഥലങ്ങളിൽ അവരങ്ങനെ തന്നെയാണ്. അവരാണ് ഈ ക്ഷേത്രത്തിനെതിരെ ഏറ്റവും കൂടുതൽ ഉപദ്രവങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ വന്നിട്ട് വെള്ളം അടിക്കുന്നു, കുടിക്കുന്നു, അലമ്പുണ്ടാക്കുന്നു, ഇവരെ കൊണ്ട് പൂജ ചെയ്യാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഭയങ്കര വിഷയമായിരുന്നു. ഈ വെറും 4-5 കുടുംബം ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഇവർ 2 പാർട്ടിക്കാരോടും പോയി പരാതി പറഞ്ഞു. ഇങ്ങനെ പൂജ ചെയ്യാനും ക്ഷേത്രത്തിൽ പോകാനും സമ്മതിക്കുന്നില്ല, അവിടെ മദ്യപിക്കുന്നു, അസഭ്യം പറയുന്നു, വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പക്ഷേ 2 പാർട്ടിക്കാരും വോട്ട് ബാങ്കാണല്ലോ, അതുകൊണ്ട് ഇവർ ഈ കാര്യത്തിൽ ഇടപെട്ടേയില്ല. അവസാനം ഇവർ BJP-ക്കാരോട് എന്ന് പറയുന്നു. അങ്ങനെ സംഘം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ടെറിട്ടറിയിൽ, അതായത് പൂന്തുറ പോലുള്ള സ്ഥലങ്ങളിൽ അവരുടെ സാമ്രാജ്യമാണ്. പോലീസിന് പോലും ചില പരിമിതിയുണ്ട്. അങ്ങനെയാണ് ആ സ്ഥലത്ത് ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അവിടെ പള്ളിയിലെ വികാരി അച്ഛനും തന്നെയാണ് അവിടുത്തെ രാജാവ്. അപ്പോൾ അവരുടെ സ്ത്രീകൾ
എന്നാൽ പുറത്ത് പോയാണ് മീൻ വിൽക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ അട്ടക്കുളങ്ങര ജയിലുണ്ടല്ലോ, ആ ജയിലിനടുത്തായിട്ട് മണക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ജംഗ്ഷനുണ്ട്. അവിടെ ഈ ആൽത്തറയല്ല, വേറൊരു മരമാണ്, പക്ഷേ ചുറ്റും ആൽത്തറ പോലെ ഒരു സംവിധാനമുണ്ട്. അതിന് ആ വട്ടത്തിലുള്ള സംവിധാനമാണ്. അവിടെയാണ് ഇവരെല്ലാം കൊണ്ട് ഈ മീൻ കൊട്ട വെച്ച് മീൻ വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പുറത്ത് വരും എന്ന് ഇവർക്കറിയാം. അങ്ങനെ സംഘത്തിൻ്റെ കുറച്ച് ആളുകൾ ഇവരോട് ചെന്ന് പറയുന്നു, ഇത് കണക്ക് 4-5 കുടുംബം മാത്രം നിങ്ങളുടെ ഏരിയയിലുണ്ട്, നിങ്ങളുടെ പുരുഷന്മാർ അവിടെ വലിയ പ്രശ്നമാണ്, അവർ ഇനിയും ഇതുപോലെ അലമ്പുണ്ടാക്കിയാൽ ഒരൊറ്റ എണ്ണത്തിന് ഇവിടെ ഞങ്ങൾ മീൻ വിൽക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവരുടെ നാട്ടിൽ തിണ്ണമെടുക്ക് കാണിച്ചവരാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇതിൽ അവരവരുടെ പുരുഷന്മാരുടെ എന്ന് പറയുന്നു. പിറ്റേ ദിവസം അവർ കുറച്ച് പേര് അവിടെ വരുന്നു നേരിടാൻ. പക്ഷേ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം പേടിത്തൂറികളാണ്. പുറത്ത് വന്ന് ഇവരോട് കോർക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് അന്ന് അടിയും കൊടുത്ത് പോരാഞ്ഞിട്ട് ഈ മീൻകൊട്ടയെല്ലാം കൂടെ വലിച്ച് റോഡിൽ എറിഞ്ഞ് ഇനി മേലിൽ അവിടെ കിടന്ന് അഭ്യാസം ഉണ്ടാക്കിയ ഒരൊറ്റ എണ്ണം വെളിയിലിറങ്ങി മീൻ വിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി. ഇത് പക്ഷേ നമ്മുടെ മാധ്യമങ്ങളും പത്രങ്ങളും എല്ലാം കൊടുത്തത് RSS ഗുണ്ടായിസം എന്ന തരത്തിലാണ്. ഒരു പക്ഷേ നിങ്ങളും ആ വാർത്ത കണ്ടു കാണും. ഒരൊറ്റ എണ്ണം ഇതിൻ്റെ ബാക്ക് സ്റ്റോറി പറഞ്ഞിട്ടില്ല. എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം അതെന്താണ് ആ ബാക്ക് സ്റ്റോറി എന്ന്. ആ സമയത്ത് അതിൻ്റെ സമീപ പ്രദേശത്ത് തന്നെ ഞാനുണ്ടായിരുന്നു. ഇതാണ് ഈ സംഭവത്തിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതൊന്നും ഒരു മാധ്യമങ്ങളും പറഞ്ഞില്ല. പകരം അവരെല്ലാം പറഞ്ഞത് പാവം മത്സ്യത്തൊഴിലാളി സ്ത്രീകളെ ഈ RSSകാർ ഗുണ്ടകൾ ഉപദ്രവിച്ചു, അവരുടെ മീൻകൊട്ട വലിച്ചെറിഞ്ഞു എന്ന തരത്തിലാണ്. ഇതിൻ്റെ തുടക്കം എവിടെ നിന്നാണെന്നും എത്രമാത്രം അത് മൂർച്ഛിച്ചിട്ട് അന്നത്തെ ഭരിക്കുന്നവരെയും അതേപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളെയും പോയി കണ്ടിട്ട് അവർ രണ്ടുപേരും ഇടപെട്ടില്ല. കാരണം അവർക്ക് രണ്ടുപേർക്ക് അവിടെ വോട്ടുണ്ട്. അവർ രണ്ട് കൂട്ടരും ഇടപെട്ടില്ല. അങ്ങനെ മറ്റ് മാർഗ്ഗമില്ലാതെയാണ് അവർ BJPയോട് ചെന്ന് പറയുകയും അതിൽ സംഘം ഇടപെടുകയും ചെയ്തത്. അപ്പോൾ ഈ കഥ ഒട്ടുമിക്കവർക്കും ആ പ്രദേശത്തുള്ളവർക്ക് അറിയാം. പക്ഷേ പുറത്ത് പോയി, അതായത് തിരുവനന്തപുരത്തിന് പുറത്തോട്ട് ഇത് പ്രചരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും സംഘപരിവാർ ഫാസിസം എന്ന തരത്തിലായിരിക്കും. ഇതുപോലെയാണ് പല കാര്യങ്ങളുടെയും പിന്നിലും ഇത്തരം കാര്യങ്ങളാണ് നടക്കുന്നത്. ഈ മാധ്യമങ്ങൾ ഒരു സൈഡ് മാത്രമേ പറയുള്ളൂ. എന്തുകൊണ്ടാണ് RSSന് അതിൽ ഇടപെടേണ്ടി വന്നത്, അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത് എന്ന് അവരാരും പറയില്ല. അത് അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ മുസ്ലിങ്ങൾ മാത്രമാണ് ഈ തീവ്രവാദം അല്ലെങ്കിൽ ഈ ഭയങ്കരമായിട്ടുള്ള മതവികാരം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയല്ല. ക്രിസ്ത്യാനികളിൽ 90% കുഴപ്പമില്ല. പക്ഷേ ഈ ലത്തീൻ കത്തോലിക്കരിൽ ചില കൂട്ടരുണ്ട്. അത് പ്രത്യേകിച്ചും തിരുവനന്തപുരമാണ്. ആലപ്പുഴയൊന്നും അത്ര പ്രശ്നമില്ല. ഞാൻ ആലപ്പുഴക്കാരനാണ്. അവിടുത്തെ ലത്തീൻ കത്തോലിക്കരൊന്നും വലിയ പ്രശ്നമില്ല. അതായത് തീരപ്രദേശത്തുള്ളവരാണ് അത് ഒരുപക്ഷെ അവിടെ ഈ ലത്തീൻ കാത്തലിക്കരെ എത്രയുണ്ടോ അത്രത്തോളം തന്നെ, അല്ലെങ്കിൽ അതിൽ കൂടുതലോ അവിടെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട അരയ വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരുപക്ഷെ അവിടെ കൂടുതലുണ്ടായിരിക്കും. മെജോറിറ്റി ഉള്ളതുകൊണ്ടാവാം ഇവർ അടങ്ങിക്കഴിയുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് അങ്ങനെയല്ല. തിരുവനന്തപുരത്ത് ചില പോക്കറ്റുകളിൽ അവർക്ക് മേധാവിത്വമുള്ള സ്ഥലമുണ്ട്. ഇപ്പോൾ ഭീമാപള്ളി പോലുള്ള സ്ഥലങ്ങളിൽ മുസ്ലിങ്ങളാണെങ്കിൽ പൂന്തുറ, വലിയതുറ, അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ, വിഴിഞ്ഞം പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ ലത്തീൻ കത്തോലിക്കരാണ് അവിടെ മേധാവിത്വം. വിഴിഞ്ഞത്ത് തന്നെ ഈ ടൗൺഷിപ്പ് ഉണ്ട്. സർക്കാർ തന്നെ ഫ്ലാറ്റുകളും മറ്റും പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അവിടെ എല്ലാം കൂട്ടമായിട്ട് മുസ്ലിങ്ങൾ താമസിക്കുന്നു. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു പള്ളി, ക്രിസ്ത്യൻ പള്ളിയും, അതിന് ചുറ്റും 1000-കണക്കിന് ക്രിസ്ത്യാനികളും താമസിക്കുന്നു. പക്ഷേ അവിടെ ലത്തീൻ കത്തോലിക്കർക്കാണ് മേധാവിത്വം. പൂന്തുറയിൽ നിന്നും വലിയതുറയിൽ വരെ ആളുകൾ വണ്ടിയിലും അവർ വള്ളമൊക്കെ വണ്ടിയിലെടുത്ത് വെച്ച് വന്നിട്ട് ഇവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പം അവരുടെ നെഞ്ചത്തോടെയാണ് വണ്ടി ഇറക്കിക്കൊണ്ട് വള്ളം ഇറക്കിക്കൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല. പക്ഷേ അവിടെ എൻ്റെ അനുഭവത്തിൽ അവിടെ മുസ്ലിങ്ങളാണ് പാവങ്ങൾ. ഈ വിഴിഞ്ഞം പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ ശരിക്കും തിണ്ണമെടുക്ക് കാണിക്കുന്നത് അവിടുത്തെ ക്രിസ്ത്യാനികളാണ്. അവിടെ നമ്മൾ മീൻ മേടിക്കാൻ പോകുമ്പോൾ റോഡരികിൽ വണ്ടി വെച്ചാൽ പോലും പള്ളിക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വാങ്ങുമായിരുന്നു. പിന്നീട് ഈ അടുത്ത കാലത്താണ് ആളുകളൊക്കെ പ്രശ്നം ഉണ്ടാക്കി, എന്തിന് പള്ളിക്ക് തരണം, ഞങ്ങൾ റോഡരികിലാണ് വണ്ടി വെക്കുന്നത്, അപ്പോഴും പള്ളിക്ക് എന്തിന് പാർക്കിംഗ് ഫീസ് തരണം എന്നൊക്കെ പറഞ്ഞ് ചിലർ പ്രശ്നം ഉണ്ടാക്കി. അത് സോഷ്യൽ മീഡിയ വഴി വലിയ രീതിയിൽ ചർച്ചയാവും എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവരതിൽ നിന്ന് പിൻവാങ്ങിയത്. മാത്രമല്ല ആ പള്ളിയിൽ അംഗങ്ങളായിട്ടുള്ളവരെ മാത്രമേ അവിടെ മീൻ വിൽക്കാൻ അവർ സമ്മതിക്കൂ. അവർ ഇടയ്ക്കിടയ്ക്ക് മൈക്കിലൂടെ വിളിച്ചു പറയും മറ്റാരും വന്ന് ഇവിടെ മീൻ വിൽക്കരുത്. അതാ ഓപ്പോസിറ്റുള്ള മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ്. ഇതൊക്കെ ഈ പ്രബുദ്ധ കേരളമാണ്, നവോത്ഥാന കേരളമാണ്, ഇവിടെ മതേതരത്വമുണ്ട്, മാങ്ങാത്തൊലിയുണ്ട് എന്ന് പറയുമ്പോഴും ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇന്നലെ നടന്നു, ഇന്നും നടക്കുന്നു, നാളെയും നടക്കും എന്ന യാഥാർത്ഥ്യം ഇതൊന്നും നിങ്ങളോട് മറ്റാരും പറഞ്ഞു തരില്ല കേട്ടോ. അതും കൂടെ നിങ്ങൾ ഓർക്കുക.